ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വളരെ ഗൗരവമുള്ളൊരു വിഷയം തുടക്കത്തിൽ തന്നെ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇന്ന് ഗാർഹിക പീഡനത്തിൻ്റെ പ്രശ്നമായി കണ്ണൂരിലും തൃശ്ശൂരിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഷാർജയിൽ തന്നെ 2 പേർ മരിച്ചു. ഇതെല്ലാം ഗാർഹിക പീഡനം പ്രശ്നമാണ്. കണ്ണൂരിലാണെങ്കിൽ തൃശ്ശൂരിലെ ഒരു ഗർഭിണിയാണ് പ്രശ്നമുണ്ടായതെങ്കിൽ മറ്റിടത്ത് 2 കുട്ടികളുമായിട്ടാണ് ഒരു അമ്മ കിണറ്റിൽ ചാടിയത്. അപ്പോൾ ഈ ഗാർഹിക പീഡനം കേരളത്തിൽ കൂടി വരികയാണ്. ഇതിലൊന്നും നമുക്ക് ഈ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ രൂക്ഷമായി വരുന്നു. അതിൻ്റെ ആത്യന്തിക ഫലമായി സൂയിസൈഡുകൾ ഉണ്ടാകുന്നു. ഇതിനൊക്കെ നമുക്കൊരു അവസാനം കൽപ്പിക്കാൻ എന്താണ് വഴി? നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട സമയമായി. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ നിർണായകമായ ഒരു തീരുമാനം അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്നു. അമേരിക്ക നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. ഇന്ത്യയുടെ കൂടെ സഞ്ചരിക്കുന്ന, പണ്ട് ഒരു കാലത്ത് ഇന്ത്യയുടെ കൂടെ റഷ്യ എങ്ങനെ സഞ്ചരിച്ചുവോ അതേപോലെ സഞ്ചരിക്കുന്ന ഒരു സുഹൃത്തായ രാജ്യമാണ് അമേരിക്ക എന്നൊക്കെ നമ്മൾ കരുതിയിരിക്കുമ്പോൾ അമേരിക്ക എന്ന സംഭവം വന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയിൽ 25% തീരുവ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ഈ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ, അതായത് അടുത്ത 1-ാം തീയതി മുതൽ പുതിയ താരിഫ് പ്രാബല്യത്തിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയോടുള്ള സൗഹൃദമൊക്കെ തന്നെ ഒരു അമേരിക്കൻ ജാട എന്നതിനപ്പുറം നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. 5 വട്ടം ചർച്ച നടത്തിയിട്ടും വ്യാപാര കരാറിൽ ധാരണയിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% പകരച്ചുങ്കം ചുമത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. ഓഗസ്റ്റ് 1 മുതൽ പുതിയ താരിഫ് പ്രാബല്യത്തിലാകുമെന്ന് സ്വന്തം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ്. റഷ്യയുമായുള്ള സഹകരണം ചൂണ്ടിക്കാട്ടി പിഴ കൂടി ചുമത്തുമെന്നും കുറിപ്പിലുണ്ട്. സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തുന്നു. റഷ്യയുടെ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നതും പിഴ ചുമത്താൻ കാരണമായി. ലോകത്ത് ഏറ്റവും ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും പകരച്ചുങ്കത്തെ ന്യായീകരിച്ച് ട്രംപ് പറഞ്ഞു. ഇന്ത്യയുടെ കാർഷിക വാഹന വിപണികൾ അമേരിക്കയ്ക്ക് തുറന്നു നൽകണമെന്ന ആവശ്യത്തിലുടക്കിയാണ് ഹ്രസ്വകാല വ്യാപാര കരാറിനുള്ള ചർച്ചകളും വഴിമുട്ടിയത്. ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയെ വിനാശകരമായി ബാധിക്കുന്നതാണ് അമേരിക്കൻ വ്യവസ്ഥകൾ. ഓഗസ്റ്റ് 1-ന് മുൻപ് ഇനിയൊരു ഹ്രസ്വകാല കരാറിനുള്ള സാധ്യത അടച്ചാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ 6-ാം വട്ട ചർച്ചകൾ ഓഗസ്റ്റ് അവസാനത്തോടുകൂടി നടക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടയിൽ മറ്റ് നയതന്ത്ര പരിഹാരങ്ങൾ സാധ്യമാകുമോ എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ഇപ്പോൾ തത്സമയം ചേരുകയാണ്. നമുക്കൊരു ഇരുട്ടടി പോലെയാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. മധു, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഒരു തീരുമാനം അമേരിക്ക പ്രഖ്യാപിക്കുമെന്നൊരു പക്ഷേ ഇന്ത്യക്ക് പ്രതീക്ഷയില്ലായിരുന്നു. 25% തീരുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയറ്റുമതിയൊക്കെ കാര്യമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഒരുപക്ഷേ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് കളിക്കുന്ന രാഷ്ട്രീയ കളി ഇതിലും നമ്മൾ കാണണോ വിവരങ്ങൾ? ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ആ ദിവസം മുതൽ തന്നെ ഈ തീരുവയും അതുപോലെ വ്യാപാര കമ്മിയും മറ്റു രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്കുള്ളതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. വിമോചന ദിനമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ തീരുവ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചത്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള തീരുവ യുദ്ധം കഴിഞ്ഞ ദിവസങ്ങളാണ് പറഞ്ഞു തീർത്തത്. 15% അവരെ കൊണ്ട് എത്തിക്കുവാൻ ട്രംപിന് സാധിച്ചു. അതിനുശേഷമാണ് ഇന്ത്യയെ നോട്ടമിട്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ഓഗസ്റ്റ് 1 വരെയായിരുന്നു സമയം കൊടുത്തിരുന്നത്. എന്നാൽ ചൊവ്വാഴ്ച ഡൊണാൾഡ് ട്രംപ് ഒരു ഭീഷണി മുഴക്കിയിരുന്നു, 20% വരെ തീരുവ ചുമത്തിയേക്കുമെന്ന്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോൾ ഈ 25% തീരുവ എന്നുള്ള ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പ്രധാനമായി എടുത്തു കാണിക്കുന്നത് ഇന്ത്യ ഉയർന്ന തീരുവ ലോകത്തെ മറ്റ് ഏത് രാജ്യങ്ങളെക്കാട്ടിലും കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നു എന്നാണ്. തന്നെയുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിൽ അദ്ദേഹമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഇത്തരം ഒരു പ്രസ്താവന ഇറക്കിയതും പല ആൾക്കാരെയും ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ട്രംപ് പറയുന്നത് വ്യാപാര കമ്മി യാഥാർത്ഥ്യം തന്നെയാണ്. ഏതാണ്ട് 87 ബില്യൺ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ എത്തുമ്പോൾ
ഇന്ത്യയിലേക്ക് ഏതാണ്ട് 41 ബില്യന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാത്രമേ എത്തുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 45 ബില്യന്റെ വ്യാപാര കമ്മി നിലവിലുണ്ട്. എന്നാൽ 26 ബില്യന്റെ വ്യാപാര കമ്മി ഏപ്രിൽ ഉണ്ടായിരുന്നത് അത് കുറഞ്ഞ് 21 ബില്യനായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപുമായിട്ട് അന്ന് വാഷിംഗ്ടണിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാര മേഖലയിൽ ശക്തമായിട്ട് ഇടപെടാനും 500 ബില്യൺ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കച്ചവടം ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു മുന്നറിയിപ്പ് ഇത് സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റിന് പോയിട്ടുണ്ടായിരുന്നു. 20% തീരുവ ചുമത്തുവാണെങ്കിൽ തന്നെ ഇന്ത്യയുടെ GDP 0.5% കുറയ്ക്കും. 25% അത് വലിയ തോതിൽ ഇന്ത്യയെ ബാധിക്കും. ഒരു പക്ഷേ ഇന്ത്യയെ ഒരു നെഗോഷിയേഷൻ ടേബിളിൽ കൊണ്ടുവരാനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ശ്രമമായിരിക്കും. തന്നെയുമല്ല ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു ബന്ധം പഴയതുപോലെ ഊഷ്മളമാണോ അല്ലയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം G7 നരേന്ദ്രമോദി പങ്കെടുക്കാൻ വരുന്നതിന് അല്പം മണിക്കൂറുകൾക്ക് മുമ്പേ ഡൊണാൾഡ് ട്രംപ് ആ യോഗം പാതി വഴിക്ക് ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് മടങ്ങുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തു, ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ അമേരിക്കൻ കമ്പനികളിൽ തൊഴിലെടുക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവരണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സമ്മിറ്റിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് അത് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത് റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ കൂടുതലായി വാങ്ങിക്കുന്നു. പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും സൈനിക ഉൽപ്പന്നങ്ങളും. ഡൊണാൾഡ് ട്രംപ് യൂറോപ്പുമായിട്ടുള്ള നെഗോഷിയേഷനിലും ഇത് തന്നെയാണ് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തത്. അമേരിക്കയുടെ ഊർജ്ജ ഉൽപ്പന്നങ്ങളും സൈനിക ഉൽപ്പന്നങ്ങളും കൂടുതൽ വാങ്ങിക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി. അതുകൊണ്ട് റഷ്യയെ കോർണർ ചെയ്യുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കാണണം. ഇതിനോട് ചേർത്ത് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് റഷ്യയിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ യുക്രൈനിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുകയാണെന്നാണ്. SKN. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും അടുത്ത 1-ാം തീയതി മുതൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തും എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. കടുത്ത ഒരു തീരുമാനം തന്നെയാണത്. ഇന്ത്യയുടെ വിദേശ നാണ്യത്തെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനമാണത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ദുർഗിലെ സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചില്ല. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജാമ്യം നൽകിയാൽ മതപരിവർത്തനം ആവർത്തിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. ജാമ്യാപേക്ഷയ്ക്ക് ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തില്ല എന്ന BJP കേരള ഘടകത്തിന്റെ വാദം തള്ളുന്നതാണ് ഈ ഉത്തരവിന്റെ കോപ്പി. മനുഷ്യക്കടത്ത് വകുപ്പ് ചുമത്തിയത് NIA-യുടെ അന്വേഷണ പരിധിയിൽ വരുന്നതാണെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി നടപടി. NIA കോടതിയെ സമീപിക്കാനാണ് കോടതി നിർദ്ദേശം. കന്യാസ്ത്രീകൾക്കെതിരായ ബജ്രംഗൽ വാദത്തെ പിന്തുണച്ചായിരുന്നു കോടതിയിൽ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാതെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഉത്തരവിന് പിന്നാലെ കോടതിക്ക് മുന്നിൽ ബജ്രംഗൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സഭയുടെ തീരുമാനം. അതേസമയം കന്യാസ്ത്രീകളുടെ ആരോഗ്യനില മോശമെന്നും വെറും നിലത്താണ് ജയിലിൽ കഴിയുന്നതെന്നും ഇടതു നേതാക്കൾ പറഞ്ഞു. ജയിലിൽ കന്യാസ്ത്രീകളെ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. കഴിഞ്ഞ 6 ദിവസമായി ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് കന്യാസ്ത്രീകൾ. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാർ, 24. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ മലക്കം മറിഞ്ഞ BJP നേതാവ് അനൂപ് ആന്റണി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തില്ലെന്നും സർക്കാർ പിന്തുണയ്ക്കുകയായിരുന്നുവെന്നും രാവിലെ അനൂപ് ആന്റണി പറഞ്ഞു. എന്നാൽ വൈകുന്നേരം ആയപ്പോൾ സ്ഥിതിഗതികളാകെ മാറി, നിലപാട് മാറി. കോടതിയിൽ ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിച്ച നിലപാടിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി. സാങ്കേതികമായ കാര്യങ്ങളാണ് ഇന്ന് നടന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഇവിടെ സെഷൻസ് കോടതിയിലെ ജഡ്ജിയുടെ മുമ്പിൽ കാര്യം എത്തുകയും ചെയ്തു. എത്തിയ സമയത്ത് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റ് ഇതിനകത്ത് എതിർപ്പില്ല എന്ന് ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞു. അത് ഉള്ളിൽ നടന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരു എതിർപ്പും ഉണ്ടായില്ല. സർക്കാരിന്റെ അഭിഭാഷകർ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതി കൊടുക്കാനുള്ള സർക്കാർ അഭിഭാഷകന്റെ കാര്യം എനിക്കറിയത്തില്ല. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വക്കീലൂടെ പറഞ്ഞിട്ടുണ്ട്. ടെക്നിക്കലാണോ അത് കാര്യം? തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. ഇന്നത്തെ ഇത് റിജക്ട് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല, മെറിറ്റിൽ എടുത്തിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഇതൊരു ടെക്നിക്കൽ ഇത് മാത്രമായിരുന്നു. ഇനിയിപ്പോൾ അത് കാരണം ഇപ്പോൾ അടുത്ത നടപടി എന്താണെന്നുള്ളത് ഞങ്ങളിപ്പോൾ തൽക്കാലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരാണ് തീരുമാനിക്കേണ്ടത്. ഛത്തീസ്ഗഡിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, രാവിലെ പറഞ്ഞത് ഗവൺമെന്റ് എതിർത്തില്ല, പ്രോസിക്യൂഷൻ മൗനം പാലിച്ചു, അവർക്ക് ജാമ്യം കിട്ടുന്ന നിലപാട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ അതേ മനുഷ്യൻ വൈകുന്നേരം ആയപ്പോൾ മാറ്റി പറയാൻ കാരണം എന്താണ്? രാവിലെ അദ്ദേഹം ഈ ഒരുപക്ഷെ പ്രോസിക്യൂഷന്റെ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല എന്ന ധാരണയിലാണോ അനൂപ് ആന്റണി അങ്ങനെ പറഞ്ഞത്?
SK എന്തായാലും BJP സംസ്ഥാന കേരള ഘടകമാണ് ഈ അനൂപ് ആന്റണിയെ ഇങ്ങോട്ടേക്ക് പ്രതിനിധിയായിട്ട് അയച്ചത്. പ്രധാനമായും മുഖ്യമന്ത്രിയുമായിട്ടും ആഭ്യന്തരമന്ത്രിയുമായിട്ടും ഒക്കെ അനൂപ് ആന്റണി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. ഈ ബിഷപ്പുമായിട്ടും ഇവിടുത്തെ അതിരൂപതയുമായിട്ടും ഒക്കെ ചർച്ച നടത്തിയിരുന്നു. ഒരു ഹൈക്കോടതി അഭിഭാഷകനെ കൊണ്ടുവന്ന് നിയമോപദേശം അടക്കം നൽകിയിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് BJPയുടെ ഇടപെടൽ കൊണ്ട് ഒരു സമ്മർദ്ദതന്ത്രം ചെലുത്തുന്നത് കൊണ്ട് ഒരു അനുകൂലമായിട്ടുള്ളൊരു നിലപാട് അല്ലെങ്കിൽ ഒരു നീതിപൂർവമായിട്ടുള്ള ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകുമെന്നാണ് അനൂപ് ആന്റണി ആദ്യം അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ഈ കേസ് കോടതി പരിഗണിച്ചിരുന്ന സമയത്ത് ഇത് തള്ളിയ ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അനൂപ് ആന്റണിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതായത് പ്രോസിക്യൂഷൻ അനുകൂലമായിട്ടായിരുന്നു, ജാമ്യാപേക്ഷ എതിർത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആ കോടതിക്ക് അകത്തുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മുഖേനയാണ് അദ്ദേഹം ഈ കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. നമ്മളും ആ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് ഇതിന്റെ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷൻ ഈ വാദത്തെ ജാമ്യാപേക്ഷ എതിർത്തു എന്നത് മനസ്സിലാക്കുന്നത്. അവിടെ 22 മിനിറ്റാണ് ഈ കോടതി നടപടി നീണ്ടിരുന്നത്. അതിൽ ബജ്രംഗദൾ അഭിഭാഷകനായിരുന്നു കൂടുതൽ സമയം വാദിച്ചത്. ബജ്രംഗദൾ അഭിഭാഷകന്റെ വാദം പ്രധാനമായും ഈ മതപരിവർത്തനം തന്നെയായിരുന്നു എന്നൊക്കെ തന്നെയായിരുന്നു. ഇത് ആവർത്തിക്കുന്നതായിരുന്നു. ഒരു അഫിഡവിറ്റ് ആയിരുന്നു പ്രോസിക്യൂഷൻ കൊടുത്തത്. ഈ അഫിഡവിറ്റിലാണ് ഈ കന്യാസ്ത്രീകളെ ജാമ്യം വിട്ടു കഴിഞ്ഞാൽ മതപരിവർത്തനം ആവർത്തിക്കാൻ സാധ്യതയുണ്ട്, ഈ കുട്ടികളെ അവിടെ നിന്ന് കൊണ്ടുവന്നത് ബന്ധപ്പെട്ട അധികാരികളുടെ സമ്മതപത്രമൊന്നും ഇല്ലാതെയാണ് തുടങ്ങിയ വാദങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ BNS 143 എന്ന വകുപ്പ്, ഈ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സെഷൻസ് കോടതിക്ക് പരിഗണിക്കാനാവില്ല, ജാമ്യാപേക്ഷ പരിഗണിക്കാനാവില്ല. അത് NIA കോടതിയോ ഒരു സ്പെഷ്യൽ കോടതിയോ അതിന് മുകളിലുള്ള കോടതിക്കോ ഇത് പരിഗണിക്കാനാവൂ എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇത് അംഗീകരിച്ചാണ് കോടതി ഈ അപേക്ഷ പരിഗണിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ഛത്തീസ്ഗഡിലെ തന്നെ മറ്റേതെങ്കിലും NIA കോടതിയിൽ ഈ ജാമ്യാപേക്ഷയുമായി പോകാനും നിർദ്ദേശിക്കുകയും ചെയ്തത്. നിലവിൽ എന്തായാലും ഈ BJPയുടെ സമ്മർദ്ദതന്ത്രം ഛത്തീസ്ഗഡിൽ ഫലിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്നത്തെ പ്രോസിക്യൂഷന്റെ നിലപാട്. എന്തായാലും നമ്മൾ ഇതിനോട് അനൂപ് ആന്റണിയോട് തന്നെ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് ഒരു മറുപടി പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് ഇങ്ങനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞില്ല, ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതായത് ടെക്നിക്കലായിട്ടുള്ള ഇത് എന്നുള്ള രീതിയിലൊക്കെയാണ് അനൂപ് ആന്റണി മറുപടി പറഞ്ഞത്. എന്തായാലും ഇനി BJPയുടെ അല്ലെങ്കിൽ അവരുടെ ഉപദേശമൊന്നും കേൾക്കേണ്ട, മറ്റൊരു അഭിഭാഷകനെ വെച്ചുകൊണ്ട്, നിലവിലുള്ള അഭിഭാഷകനെ മാറ്റി മറ്റൊരു അഭിഭാഷകനെ വെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ തന്നെ മൂവ് ചെയ്യാനാണ് സഭ തീരുമാനിച്ചിരിക്കുന്നത്. അത് നാളെ തന്നെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ നൽകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴൊരു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നൊരു വാർത്ത അറിയിക്കുന്നുണ്ട്. ഈ അമേരിക്ക 25% താരിഫ് ഏർപ്പെടുത്തിയ വിവരം ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ മറ്റുള്ള കാര്യം ഇന്ത്യയുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കാനുള്ള എല്ലാ തീരുമാനവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന രീതിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഈ ബോബൻ കുര്യൻ പറയുന്നു, ആളുകളുടെ മാനസിക ആരോഗ്യനില മെച്ചപ്പെടാതെ ഗാർഹിക പീഡനവും ആത്മഹത്യയും കുറയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹ മനസ്സിന് എന്തൊക്കെയോ ചില രോഗങ്ങളുണ്ട്. ആ രോഗപീഠയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ നമുക്ക് രക്ഷപ്പെടുത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കേരളീയ സമൂഹം കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിടയിൽ ഉണ്ടാക്കിയ മാറ്റം നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത മാറ്റമാണ്. നമ്മൾ ഈ അണുകുടുംബ സംവിധാനത്തിലേക്കൊക്കെ വഴിമാറിയതിന് ശേഷം ഈ അണുകുടുംബത്തിലൊക്കെ എന്തും സംഭവിക്കും എന്നുള്ള അവസ്ഥയുണ്ട്. തൊട്ടാപാടി മനസ്സുള്ള ആളുകൾ പെട്ടെന്ന് മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ കുട്ടികളുമായി കിണറ്റിച്ചാടുന്നു. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മളെ തേടി വരുന്നത്. ഇതൊക്കെ ഗൗരവത്തോടെ ചിന്തിക്കാൻ നമുക്ക് നേരമുണ്ടോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇരുത്തി ചിന്തിക്കണമെങ്കിൽ കോവിഡ് പോലെ എന്തെങ്കിലും ഒരു പ്രതിഭാസം വന്ന് കുറച്ച് സമയം സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റണം. അതിനൊന്നും ആൾക്കാർ കഴിയുന്നില്ല. തിരക്കല്ലേ, അലച്ചിലാണ്, തിങ്ങുന്നീ പുരി തീപിടിച്ച മട്ട് എന്ന് പണ്ട് കവി പറഞ്ഞ പോലെ ഓടിക്കൊണ്ടിരിക്കുക. നമുക്കിനി മറ്റൊരു പ്രതിഷേധ വാർത്തയിലേക്ക്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കി കത്തോലിക്ക സഭ. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. നീതി ലഭിച്ച ശേഷം ചായക്കുടി ആകാമെന്നാണ് BJPക്ക് KCBCയുടെ മുന്നറിയിപ്പ്. കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടത് MP-മാർ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു. കേക്കും വേണ്ട ലഡുവും വേണ്ട, കേക്കും വേണ്ട ലഡുവും വേണ്ട, അരമന കാണാൻ വേണ്ടേ വേണ്ട, കേക്കും വേണ്ട ലഡുവും വേണ്ട, അരമന കാണാൻ പോരേണ്ടേ. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. BJPയിലാകട്ടെ വ്യത്യസ്ത നിലപാടുകളും. ഈ സാഹചര്യത്തിലാണ്
കത്തോലിക്ക സഭാ നേതൃത്വം നിലപാട് കടുപ്പിക്കുന്നത്. ഈ സന്യാസിനിമാർ മതേതര ഭാരതത്തിന് അനുഗ്രഹമാണ്. സഭയ്ക്ക് മാത്രമല്ല, ഈ ആർഷഭാരതത്തിന് അവിഭാജ്യമായ ഘടകമാണ്. ഒരു കൽത്തുറുങ്കിന് അതിനെ ഭേദിക്കുവാൻ സാധ്യമല്ല. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് കാത്തലിക് ഫോറത്തിന്റെ നേതൃത്വത്തിൽ വാമൂടിക്കെട്ടി പ്രതിഷേധ റാലി നടത്തി. കോട്ടയം തിരുനക്കര മൈതാനത്ത് വൈദികരും കന്യാസ്ത്രീകളും പ്രതിഷേധമുയർത്തി. ഛത്തീസ്ഗഡിലെ 2 സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴിക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധമുള്ള വകുപ്പുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയെ ഇരുമ്പഴിയുടെ ഉള്ളിൽ അടച്ചുപൂട്ടാൻ പരിശ്രമിക്കുന്ന വ്യക്തികള്, പ്രസ്ഥാനങ്ങൾ ആരായിരുന്നാലും അവരെയെല്ലാം വെല്ലുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമയാണ് ഭാരതമെന്ന് ഉറക്കെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജ്ഭവനിലേക്ക് KPCCയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. വിഷയത്തിൽ പാർലമെന്റിന് മുന്നിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ UDF MPമാർ പ്രതിഷേധിച്ചു. കേരളത്തിൽ നിന്നുള്ള UDF LDF MPമാർ വിഷയം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉന്നയിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചർച്ച ചെയ്യണമെന്ന അംഗങ്ങളുടെ ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. അതേസമയം ഇരുവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്ന് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നുള്ള BJP ലോക്സഭാംഗം വിജയ് ബാഗേൽ ആരോപിച്ചു. 24 ഡൽഹി, തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫണ്ട് തട്ടിപ്പിൽ വ്യാപക അറസ്റ്റ്. 12 പേരെ വിജിലൻസ് പിടികൂടി. 2 കോർപ്പറേഷൻ ജീവനക്കാരും ഏജന്റന്മാരും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. MG പ്രതീഷ് തത്സമയം തിരുവനന്തപുരം പ്രൈം ടൈമിൽ ചേരുന്നു. പ്രതീഷ്, കുറച്ചധികം കാലമായി കോർപ്പറേഷനിലെ ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വിജിലൻസിന് പരാതി കിട്ടുന്നുണ്ടായിരുന്നു. ചില പരാതികൾ കാര്യമായിട്ട് കൈക്കൂലിയൊക്കെ ആരോപണവുമായി പലരും ഉയർത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ ഇതൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SKN 2020 മുതൽ 2022 വരെയുള്ള കാലയളവിൽ നടന്ന SC/ST ഫണ്ട് തട്ടിപ്പിലാണ് ഇപ്പോൾ വിജിലൻസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലാണ് ഇന്ന് കൂട്ട അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. 12 പേരെയാണ് വിജിലൻസ് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് കോർപ്പറേഷനിലെ തന്നെ 2 ജീവനക്കാരും ഏജന്റുമാരും ഈ അറസ്റ്റിലായ പ്രതികളിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇതിന് സഹായിച്ച പട്ടം സർവീസ് സഹകരണ ബാങ്ക് മാനേജർ വിജിലൻസിന്റെ പിടിയിലായിട്ടുണ്ട്. ഈ വ്യാജ രേഖകൾ ഉണ്ടാക്കിയും ഒപ്പം ഈ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇല്ലാത്തവർക്ക് മാറ്റി നൽകിയുമായിരുന്നു ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തട്ടിപ്പ് നടത്തിയത്. ഇതിൽ കോർപ്പറേഷനിലെ തന്നെ ജീവനക്കാരും ഈ തട്ടിപ്പിൽ പങ്കാളികളായിരുന്നു. അവിടെയുള്ള രേഖകളടക്കം ഇതിനായി കോർപ്പറേഷനിലെ ജീവനക്കാർ ഉപയോഗിച്ചു എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. നേരത്തെ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് വിജിലൻസിന് കൈമാറുകയും വിജിലൻസ് ആ കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതാണ് വിജിലൻസും അറിയിക്കുന്നത്. താങ്ക് യു MG പ്രതീഷ്. 2026-27 സംസ്ഥാന ബജറ്റിൽ ചെലവ് ചുരുക്കലിന് മുഖ്യ പരിഗണന നൽകണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നു. ധനകാര്യ വകുപ്പിലെ ബജറ്റ് വിഭാഗം എല്ലാ വകുപ്പുകൾക്കും ഇത് പ്രമാണിച്ച് സർക്കുലർ അയച്ചു. സാമ്പത്തികമായി അനുയോജ്യമല്ലാത്ത പദ്ധതികൾ ഉപേക്ഷിക്കണം, അനിവാര്യമല്ലാത്ത അറ്റകുറ്റപ്പണികൾ മാറ്റിവെക്കണം എന്നാണ് നിർദ്ദേശം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കണം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു വേളയിൽ ഇത്തരമൊരു സർക്കുലർ ഇറക്കാനുള്ള ചേതോവികാരം? ഗുഡ് ഈവനിങ് എക്സൻ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷവും സമാനമായ സർക്കുലർ വിവിധ വകുപ്പുകൾക്ക് നൽകിയിരുന്നു. പക്ഷേ SKN പറഞ്ഞതുപോലെ അടുത്ത സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുക, പുതിയ ക്ഷേമ പ്രവൃത്തികൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ എല്ലാമായിരിക്കും അവസാന ബജറ്റ് സർക്കാർ ലക്ഷ്യമിടുക. പക്ഷേ അത്തരത്തിലുള്ള പദ്ധതികളൊന്നും പ്രപ്പോസലായി അയക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിലെ തന്നെ ബജറ്റ് വിഭാഗം എല്ലാ വകുപ്പുകൾക്കും അയച്ചിരിക്കുന്ന സർക്കുലറിൽ പറയുന്നത്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ ചെലവ് ചുരുക്കി വേണം ഇത്തരത്തിൽ പ്രപ്പോസലുകൾ മുന്നോട്ട് അയക്കാൻ. ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായി അനുയോജ്യമല്ലാത്ത പദ്ധതികൾ ആ പ്രപ്പോസലായി അയക്കേണ്ടതില്ല. അനിവാര്യമല്ലാത്ത അറ്റകുറ്റപ്പണികൾ അത് അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കണം. അത്യാവശ്യമില്ലാത്ത പദ്ധതികൾ ചിലപ്പോൾ അവസാനിപ്പിക്കേണ്ടി വരും. അവസാനിപ്പിക്കുന്ന പദ്ധതികൾ ഉണ്ടെങ്കിൽ അതിലെ ജീവനക്കാരെ പിരിച്ചുവിടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാൻ പോകുന്ന പദ്ധതികളോ പ്രോജക്റ്റുകളോ ഉണ്ടെങ്കിൽ അതിലെ ജീവനക്കാർക്ക് വിന്യാസം നടത്താൻ വേണ്ടിയുള്ള
ഉൾപ്പെടെയുള്ള പദ്ധതികളും ഈ ബജറ്റിലെ പ്രപ്പോസലിനൊപ്പം നൽകേണ്ടി വരും. കൂടാതെ വകുപ്പ് മേധാവികൾ കാര്യക്ഷമമായി തന്നെ ഈ പ്രപ്പോസലുകൾ തയ്യാറാക്കുമ്പോൾ ഇടപെടേണ്ടി വരും. യാന്ത്രികമായി പ്രപ്പോസലുകൾ തയ്യാറാക്കാൻ പാടില്ല. അതിൽ കൃത്യമായി വെട്ടലുകളും ഏതെങ്കിലും രീതിയിൽ കുറയ്ക്കേണ്ടവയുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്തു വേണം പ്രപ്പോസലുകൾ സമർപ്പിക്കാൻ. ഈ വർഷം തുടരുന്ന ഏതെങ്കിലും പദ്ധതികൾ അടുത്ത വർഷവും തുടരണമെങ്കിൽ അതിന് കൃത്യമായ കാരണം കാണിക്കണം. ഏതെങ്കിലും രീതിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ തുക ഇത്തവണ അധികമായി ഏതെങ്കിലും പദ്ധതിക്ക് വേണമെങ്കിൽ അതിന് കൃത്യമായ എസ്റ്റിമേറ്റ് കാണിക്കണം. ഇത്തരത്തിൽ കർശനമായ നിർദ്ദേശമാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറിൽ പറയുന്നത്. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ 24 സ്ഥാപനമായ 24 സ്റ്റഡി അബ്രോഡ് നാളെ കൊച്ചിയിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുകയാണ്. വിദേശത്ത് MBBS പഠിക്കാനായിട്ട് ഗുണനിലവാരമുള്ള സർക്കാർ അംഗീകൃത അല്ലെങ്കിൽ സർക്കാർ യൂണിവേഴ്സിറ്റിയിലാണ് ഈ കോഴ്സ്. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്കാണ് നാളെ സ്പോട്ട് അഡ്മിഷൻ നടക്കുക. എറണാകുളം ഹോട്ടൽ റാഡിസൺ ബ്ലൂവിലാണ് രാവിലെ 10 മണി മുതൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുക. അതേപോലെ ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച കോഴിക്കോട് ഹോട്ടൽ ഗോകുലം ഗ്രാൻഡിലും സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാകും. രാവിലെ 10:30 മണിക്ക് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. വൈകുന്നേരം 5 മണി വരെ ഈ സൗകര്യം ഉണ്ടാകും. ഹോട്ടൽ റാഡിസൺ ബ്ലൂവിലാണ് കൊച്ചിയിൽ. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ വിളിക്കാനുള്ള നമ്പറുണ്ട് 9001 അല്ലെങ്കിൽ 8000000120. ഒരിക്കൽ കൂടി പറയാം 8000000120. എനിക്ക് തോന്നുന്ന ഏറ്റവും നമുക്ക് ബൈഹാർട്ടായി പഠിക്കാനുള്ള നമ്പർ ആദ്യത്തേതാണ് 9001 അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. വിദേശ സർവകലാശാലയിൽ നിന്ന് വന്ന പ്രതിനിധികളുണ്ട്, അവരുമായിട്ടും നിങ്ങൾക്ക് സംസാരിക്കാം. ബാങ്ക് ലോൺ ഉറപ്പുവരുത്തും, അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തും. വിദേശ യാത്രകളും അതുപോലെ തന്നെ വിദേശ അഡ്മിഷനും സുരക്ഷിതമാക്കാനുള്ള നമ്മുടെ നീക്കത്തിൻ്റെ ഭാഗമാണ് 24 സ്റ്റഡി അബ്രോഡ് നമ്മൾ ആരംഭിച്ചത്. അതിൻ്റെ സ്പോട്ട് അഡ്മിഷൻ MBBSന് വേണ്ടി നാളെ കൊച്ചി റാഡിസൺ ബ്ലൂ. ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ന്യൂസ് ഹെഡ്ലൈൻസ്. You are watching 24 News Headline. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും. അധികാര പരിധിയിൽ വരുന്ന വിഷയമല്ലെന്ന് പറഞ്ഞ് ജാമ്യാപേക്ഷ പരിഗണിക്കാതെ ദുർഗ് സെഷൻസ് കോടതി. ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്ത പ്രോസിക്യൂഷൻ. കേസ് ബിലാസ്പൂർ NIA കോടതിയിലേക്ക്. കോടതി പരിസരത്ത് ആഘോഷവുമായി ബജറംഗ് ദൾ പ്രവർത്തകർ. സെഷൻസ് കോടതിയിലെ ജഡ്ജിയുടെ മുമ്പിൽ കാര്യം എത്തുകയും ചെയ്തു. എത്തിയ സമയത്ത് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റ് ഇതിനകത്ത് എതിർപ്പില്ല എന്ന് ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞു. ഇന്നത്തെ ഇത് റിജക്ട് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല, മെറിറ്റിൽ എടുത്തിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഇതൊരു ടെക്നിക്കൽ ഇത് മാത്രമായിരുന്നു. ഇനിയിപ്പോൾ അത് കാരണം ഇപ്പോൾ അടുത്ത നടപടി എന്താണെന്നുള്ളത് ഞങ്ങളിപ്പോൾ തൽക്കാലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരാണ് തീരുമാനിക്കേണ്ടത്. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തില്ല എന്ന മുൻ നിലപാടിൽ മലക്കം മറിഞ്ഞ BJP നേതാവ് അനൂപ് ആന്റണി. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ തെരുവിലിറങ്ങി ക്രൈസ്തവ സഭകൾ. വാ മൂടിക്കെട്ടി രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച്. പറയുന്നത് BJP നേതൃത്വം പ്രവൃത്തിയിലും കാണിക്കണമെന്ന് ക്ലിബീസ് വാവ. BJPയുടെ അധ്യക്ഷൻ പറഞ്ഞു, കന്യാസ്ത്രീകളുടെ മേൽ ആരോപിക്കപ്പെട്ടത് ശരിയല്ല, അത് സത്യമല്ല എന്ന് ഇവിടുത്തെ BJPയുടെ പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്കെന്ത് പറയാൻ? എങ്കിൽ പിന്നെ എന്തിനാ കൽത്തു വിട്ടയച്ചാൽ പോലെ? നീതി ലഭിച്ച ശേഷം ചായ കൂടിയാകാമെന്ന് BJPക്ക് KCBCയുടെ മുന്നറിയിപ്പ്. രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ചുമായി KPCCയും. പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. ചർച്ചയ്ക്ക് വഴങ്ങാതെ കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് കടുത്ത ആഘാതം സൃഷ്ടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ 25% തീരുവ ചുമത്തി. തീരുമാനം വ്യാപാര കരാർ നടപ്പാക്കാനുള്ള സമ്മർദ്ദത്തിനിടെ. മറ്റന്നാൾ മുതൽ പുതിയ തീരുവ പ്രാബല്യത്തിൽ വരും. പ്രഖ്യാപനത്തിന് പിന്നാലെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയിൽ 49 കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കും. പുനരധിവാസത്തിൽ ലീഡർഷിപ്പിന്റെ അഭാവം പ്രകടമെന്ന ഗവർണർ. Management is lacking there. After so many years, still many people have not been given some shelter. What is the reason for that? We tried to manage that disaster that time. നാടിനെ പിടിച്ചുലച്ച ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് തികഞ്ഞു.
എൻ്റെ അച്ചിക്കുട്ടനെയും എൻ്റെ നീച്ചിമോളൂ. കളിക്കാനില്ല ആരും. ഇപ്പൊ എനിക്കൊരു അനിയൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ വലുതിന്റെ പ്രായത്തിലുള്ള ഒരനിയനെ എനിക്കുള്ളൂ. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വിങ്ങിപ്പൊട്ടി ദുരന്ത ബാധിതർ. 3, 2, 1, 0. All L40 engines generating nominal thrust. S139 motor ignite. 5 seconds. That's a magnificent tracking of the GSLV F-16 NISAR mission. ഇന്ത്യ അമേരിക്ക ആദ്യ സംയുക്ത ഉപഗ്രഹ ദൗത്യമായ നൈസറിന്റെ വിക്ഷേപണം വിജയം. നൈസറിനെയും വഹിച്ച് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്നത് GSLV F-16 റോക്കറ്റ്. നൈസർ കൈമാറുക ദുരന്ത നിവാരണം, കാലാവസ്ഥ, കൃഷി ഉൾപ്പെടെ വിവിധ മേഖലകൾക്ക് സഹായകമാകുന്ന സുപ്രധാന വിവരങ്ങൾ. ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹ ദൗത്യമാണിത്. ഗാർഹിക പീഡനത്തെ തുടർന്ന് തൃശൂർ വെള്ളാങ്കല്ലൂരിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കി. മരിച്ചത് കൊടുങ്ങല്ലൂർ സ്വദേശിനി ഫസീല. ഭർത്താവ് നൗവലും ഭർത്തൃമാതാവും അറസ്റ്റിലായി. പീഡനം സ്ഥിരീകരിക്കുന്ന ഫസീലയുടെ വാട്സാപ്പ് സന്ദേശം 24-ന്. ഒരു ഇഷ്യൂ ഉണ്ടായി, എന്നെ കുറയ്ക്ക് പിടിച്ചപ്പോൾ എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞു. ഇതാണ് അവൻ പറഞ്ഞ വാക്ക്. അതെന്താണ് പറ്റിയതെന്നൊന്നും നമുക്കറിയില്ല. പിന്നീട് അവൻ പറഞ്ഞ് ഞാൻ ചവിട്ടിയിട്ടുണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞത് അവിടെ വെച്ച്. ഭർത്താവ് ഫസീലെ ക്രൂരമായി മർദ്ദിക്കുന്നത് പതിവെന്ന യുവതിയുടെ കുടുംബം. ബലാത്സംഗത്തിനിരകളായ നിരവധി സ്ത്രീകളുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തലിൽ ധർമ്മസ്ഥലയിൽ പരിശോധനയുമായി അന്വേഷണ സംഘം. ഇന്നത്തെ തെരച്ചിലിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് പരിശോധന നടത്തിയത് 4 സ്പോട്ടുകളിൽ. തത്സമയ റിപ്പോർട്ടുകളുമായി 24 വാർത്താ സംഘം ധർമ്മസ്ഥലയിൽ തുടരുന്നു. രാജ്യസഭയിലെ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പ്രധാനമന്ത്രി മറുപടി നൽകാത്തതിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. ചർച്ചയിൽ പങ്കെടുക്കാതെ പ്രധാനമന്ത്രി ഒളിച്ചോടിയെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ. പ്രതിഷേധത്തിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടുപോയി. വോട്ട് ബാങ്കുകൾ സംരക്ഷിക്കുന്നതിനായി കോൺഗ്രസ് ഭീകരവാദത്തിനെതിരെ ഒന്നും ചെയ്തില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ ഉടൻ നിയമിക്കാൻ സർക്കാരിന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. താൽക്കാലിക VC-മാർക്ക് തുടരാൻ ചാൻസലർക്ക് വിജ്ഞാപനം ഇറക്കാം. സർക്കാരും ഗവർണറും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും നിർദ്ദേശം. വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് പരമപ്രധാനമെന്നും സുപ്രീം കോടതി. കേരള സർവകലാശാല VC-ക്കെതിരെ SFIയുടെ പ്രതിഷേധം. രജിസ്ട്രാറുടെ സസ്പെൻഷൻ അംഗീകരിക്കാതെ സമവായമില്ലെന്ന് വൈസ് ചാൻസലർ. ഭൂകമ്പത്തിൽ വിറച്ച റഷ്യ. 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ റഷ്യ ജപ്പാൻ തീരങ്ങളിൽ സുനാമി. ഫുകുഷിമ ആണവ കേന്ദ്രം ഒഴിപ്പിച്ചു. അമേരിക്കയിലെ ഹവായ് തീരത്ത് 4 അടി ഉയരത്തിൽ സുനാമി തിരമാലകൾ. കാലിഫോർണിയ, ഹവായ് മേഖലകളിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇമ്പാക്ട്. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയിൽ തുടർ പഠന അനുമതി നിഷേധിക്കുന്നതിൽ ഇടപെട്ട് കേരള സർവകലാശാല VC. വിഷയം ചർച്ച ചെയ്യാൻ നാളെ യോഗം വിളിച്ച് ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഇല്ലാത്തത് വൻ പ്രതിസന്ധി. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പുതിയതായി തുടങ്ങിയ കോഴ്സുകൾക്ക് അഫിലിയേഷൻ ലഭിക്കുന്നില്ല. രണ്ടായിരത്തി 26-27 ബജറ്റിൽ ചെലവ് ചുരുക്കലിന് മുഖ്യ പരിഗണന നൽകണമെന്ന നിർദ്ദേശം. സംസ്ഥാന ധനകാര്യ വകുപ്പിലെ ബജറ്റ് വിഭാഗം എല്ലാ വകുപ്പുകൾക്കും സർക്കുലർ അയച്ചു. സാമ്പത്തികമായി അനുയോജ്യമല്ലാത്ത പദ്ധതികൾ ഉപേക്ഷിക്കണം. അനിവാര്യമല്ലാത്ത അറ്റകുറ്റപ്പണികൾ മാറ്റിവെക്കണമെന്നും നിർദ്ദേശം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫണ്ട് തട്ടിപ്പിൽ വ്യാപക അറസ്റ്റ്. 12 പേർ വിജിലൻസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് 2 കോർപ്പറേഷൻ ജീവനക്കാരും ഏജന്റന്മാരും. പട്ടം സർവീസ് സഹകരണ ബാങ്ക് മാനേജരും പിടിയിലായി. തട്ടിപ്പ് നടത്തിയത് SC/ST BPL ഫണ്ടുകളിൽ നിന്ന് എന്നറിയുന്നു. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വർണവും സൗന്ദര്യവുമില്ലെന്ന് പറഞ്ഞ് യുവതിക്ക് ഗാർഹിക പീഡനം. കേസെടുത്ത പോലീസ്. അടവെടുത്ത് വെച്ചിട്ടുണ്ട്. സ്വർണ്ണം ഇതൊന്നും നോക്കുന്നില്ല, പലിശ അടക്കിയാലോ ഒന്നുമില്ല. ഒരാളെ പെട്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റായിട്ട് എത്ര എനിക്ക് എൻ്റെ വീട്ടുകാർ ചെയ്തു തരാം. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് എനിക്ക് ഡ്രസ്സ് കാര്യങ്ങൾ ഞാൻ ഇതിനു വേണ്ടി ലീഗലി നടന്ന് മടുത്തിട്ടാണ് ഞാൻ 24ലേക്ക് വരുന്നത്. കണ്ണൂർ ചെറുതാഴത്ത് 2 കുട്ടികളുമായി അമ്മ കിണറ്റിൽ ചാടി. കൊല്ലം ആയൂരിൽ 21-കാരി ആൺ സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ.
ഷാർജയിലെ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശിനി അതുല്യയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മലപ്പുറം അരീക്കോട് മാലിന്യ സംസ്കരണ യൂണിറ്റിലെ അപകടത്തിൽ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദാരുണ അന്ത്യം. അപകടമുണ്ടായത് മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ. ഒരാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മറ്റു 2 പേരും അപകടത്തിൽപ്പെട്ടു. ടാങ്കിലെ വിഷവാതകം ശ്വസിച്ചാണ് മരണമെന്ന് പ്രാഥമിക നിഗമനം. അപകടം ലേബർ കമ്മീഷണർ അന്വേഷിക്കും. ICC 2020 ബാറ്റർമാരുടെ റാങ്കിൽ 1ാം സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യൻ താരം അഭിഷേക് ശർമ്മ. മുന്നേറ്റം ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡിനെ പിന്തള്ളി. ഇന്ത്യക്കെതിരായ അവസാന ടെസ്റ്റിനൊരുങ്ങുന്ന ഇംഗ്ലണ്ടിനെ കനത്ത തിരിച്ചടി. പരിക്കുമൂലം നായകൻ ബെൻ സ്റ്റോക്സിന് കളിക്കാനായില്ല. സ്റ്റോക്സും ആർച്ചറും ഉൾപ്പെടെ 4 പേരെ ഒഴിവാക്കി നാളത്തെ ഓവൽ ടെസ്റ്റിനുള്ള ടീമിനെ ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചു. മറ്റു ചില വാർത്തകളിലേക്ക് വിശദമായി. സാങ്കേതിക സർവകലാശാലയിൽ, അതായത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഇല്ലാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പുതിയതായി തുടങ്ങിയ കോഴ്സുകൾക്ക് അഫിലിയേഷൻ ലഭിക്കുന്നില്ല. ഇത് ഒപ്പിടാൻ ആളില്ല. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ കോഴ്സുകൾക്ക് അഫിലിയേഷൻ പ്രതിസന്ധി. NRI കോട്ടയിൽ അഡ്മിഷൻ നേടിയ 13 വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലായി എന്ന വാർത്ത 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള ചേരിപ്പോരിനിടയിൽ ഈ വർഷം നിരവധി കുട്ടികളുടെ ഭാവിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഏതാണ്ട് 40-ലധികം കോളേജുകളിൽ ഇത്തവണ പുതിയ കോഴ്സുകൾ അനുവദിക്കപ്പെട്ടെങ്കിലും യൂണിവേഴ്സിറ്റി NOC കൊടുത്തു, AICTE അപ്രൂവൽ കൊടുത്തു എന്നതിനപ്പുറത്ത് ഈ കോഴ്സുകൾക്ക് അഫിലിയേഷൻ കൊടുക്കാത്തത് കാരണം നിരവധി കുട്ടികളുടെ ഭാവിയാണ് ഇപ്പോൾ അവതാളത്തിലായിട്ടുള്ളത്. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ് 2 കോഴ്സുകൾക്കാണ് അപ്രൂവൽ കൊടുത്തത്. ഈ 2 കോഴ്സുകളുമായി NRI കോട്ടയിൽ 15% വീതം കുട്ടികൾ 9-18 കുട്ടികൾക്ക് അഡ്മിഷൻ അവർ 3 ലക്ഷത്തിലധികം രൂപ വാങ്ങി അഡ്മിഷൻ കൊടുക്കേണ്ടായി. പക്ഷേ ഇതുവരെ അഫിലിയേഷൻ കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോഴും അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ തത്സമയം പ്രൈം ടൈമിൽ ചേരുകയാണ്. അരുൺ, ശരിക്കും നമ്മുടെ ഈ അഡ്മിഷൻ എടുത്ത NRI കോട്ടയിൽ വന്ന 13 കുട്ടികൾക്ക് അഡ്മിഷൻ നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയുണ്ടല്ലോ. അവർ കൊടുത്ത പണം അതെങ്ങനെ തിരിച്ചെടുക്കും? ഇരുമുടിച്ച വെള്ളം കക്കുവോ? പറയൂ. ഗുഡ് ഈവനിങ്. സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനം വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിക്കൊക്കെ കാരണമായിരിക്കുന്നത്. ഇത് ഗവർണർ സർക്കാർ പോരിൻ്റെ ഒരു പ്രതിഫലനമാണ് എന്ന ആരോപണം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. വലിയ തോതിൽ സംസ്ഥാനത്തുടനീളം വലിയ തോതിൽ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് 40ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. അവിടെയൊക്കെ NRI കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അവർക്ക് തുടർ പഠനം സാധ്യമാകാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ്. അത് ഞാൻ സ്പെസിഫിക്കായി പറയുകയാണെങ്കിൽ കാസർകോട്ടെ LBS എഞ്ചിനീയറിംഗ് കോളേജിലെ 2 കോഴ്സുകൾക്കാണ് ഈ പ്രതിസന്ധി ഉണ്ടായതായി നമ്മൾ മനസ്സിലാക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റവും എന്നീ കോഴ്സുകൾക്കാണ് 2 കോഴ്സുകളാണ് ഈ LBS എഞ്ചിനീയറിംഗ് കോളേജിൽ അനുവദിച്ചിരുന്നത്. അതിന് യൂണിവേഴ്സിറ്റിയുടെ സാങ്കേതിക സർവകലാശാലയുടെ NOC ലഭിച്ചു, AICTEയുടെ അംഗീകാരവും ലഭിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് അഫിലിയേഷൻ ലഭിക്കണം. ഈ 2 കോഴ്സുകൾക്കും അഫിലിയേഷൻ ലഭിക്കണം. ഈ അഫിലിയേഷൻ നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അത് വൈസ് ചാൻസലർ ഇല്ലാത്തത് മൂലമാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നതെന്ന് സർവകലാശാലയിൽ നിന്നും വിവരം ലഭിക്കുന്നുണ്ട്. ഒപ്പം ഈ സാങ്കേതിക സർവകലാശാലയിൽ രജിസ്ട്രാർ ഇല്ലാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നും പറയുന്നുണ്ട്. 15 കോളേജുകൾ, ഇതുമായി ബന്ധപ്പെട്ട 15 കോളേജുകൾ മുൻപ്, അതായത് ആഴ്ചകൾക്ക് മുൻപ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ ജൂലൈ 18-നകം ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ സർവകലാശാല നിയമിക്കണമെന്ന് അറിയിച്ചിരുന്നു. ജൂലൈ 23-നകം കോളേജുകൾ വിസിറ്റ് ചെയ്യണം. എന്നിട്ട് ജൂലൈ 28-നകം റിപ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകണം. അതായത് അഫിലിയേഷൻ നൽകാൻ ഈ കോളേജുകൾ പ്രാപ്തമാണോ എന്ന കാര്യം സർവകലാശാലകൾക്ക് ഈ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി അറിയിച്ചിരുന്നു. 31-ാം തീയതി, അതായത് നാളെ ഈ കോളേജുകൾക്കൊക്കെ സാങ്കേതിക സർവകലാശാല നിങ്ങൾക്ക് അഫിലിയേഷൻ നൽകാനുള്ള സാഹചര്യമുണ്ടോ എന്ന കാര്യം
വ്യക്തമാക്കി അറിയിപ്പ് കൊടുക്കണമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും ഈ എക്സ്പേർട്ട് കമ്മിറ്റിയെ പോലും നിയമിക്കാനുള്ള ഒരു തീരുമാനമായിട്ടില്ല. അതിനൊക്കെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ വൈസ് ചാൻസലർ ഇല്ലാത്തതാണ്. ഗവർണർ സർക്കാർ പോരിൻ്റെ പ്രതിഫലനമാണ് ഈ പ്രതിസന്ധി എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. അത് സംസ്ഥാനത്തുടനീളം 40-ലധികം കോളേജുകളിൽ ഈ പ്രതിസന്ധിയുണ്ട്. 100 കണക്കിന് വിദ്യാർത്ഥികൾ NRI കോട്ടയിൽ അഡ്മിഷൻ എടുത്ത 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഈ പ്രതിസന്ധി അനുഭവപ്പെട്ടിരിക്കുന്നു. അവരുടെ പഠനം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ഒരു പ്രശ്നമാണ്. മറ്റൊന്ന് അവർ NRI കോട്ടയിൽ വന്ന കുട്ടികളുടെ കാര്യം പ്രതിസന്ധിയിലാകും എന്ന സംശയം. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയിൽ തുടർ പഠന അനുമതി നിഷേധിക്കുന്നതിൽ ഇടപെട്ട് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. VC നാളെ ഡീൻസ് കൗൺസിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ഓപ്പൺ സർവകലാശാല പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് യോഗമെന്നാണ് അറിയുന്നത്. 24 ഇമ്പാക്ട്. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതിരാജ് ഇന്ന് കേരള സർവകലാശാലയിലെത്തി മോഹനൻ കുന്നുമ്മലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡീൻസ് കൗൺസിൽ യോഗം വിളിക്കാൻ തീരുമാനിച്ചത്. നാളെ 10:30 വൈസ് ചാൻസലറുടെ ചേംബറിലാണ് യോഗം. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ തുടർ പഠന വിഷയം മാത്രമാണ് നാളെ ചർച്ചയ്ക്കെടുക്കുന്നത്. വിദ്യാർത്ഥികളുടെ പരാതിയിൽ അനുകൂല ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ അറിയിച്ചു. ശ്രീനാരായണയിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ തുടർ പഠനാവകാശം നിഷേധിക്കില്ലെന്നും വിഷയത്തിൽ വ്യക്തത വരുത്തുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. 24 തിരുവനന്തപുരം. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. കേരളത്തിൽ അത് കൂടി വരുന്നു. പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ സ്കൂൾ വിദ്യാർത്ഥിനി അടക്കം 5 പേരെ തെരുവുനായ ആക്രമിച്ചു. വെച്ചൂച്ചിറ CMS സ്കൂളിന് സമീപമാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. EV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, അവിടെയും ഈ തെരുവുനായ ആക്രമണം രൂക്ഷമാണോ? എന്താണ് വിവരങ്ങൾ? ഇന്ന് വൈകിട്ടോടുകൂടിയാണ് പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഈ വെച്ചൂച്ചിറ CMS സ്കൂളിന് സമീപം വെച്ചാണ് ഇത്തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇത്തരത്തിൽ തെരുവുനായ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ട്യൂഷൻ കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയും നാട്ടുകാരായ ചില ആളുകൾക്ക് നേരെയും ഇത്തരത്തിൽ തെരുവുനായ പാഞ്ഞെടുക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ഈ അപകടത്തിൽ ഈ ആക്രമണത്തിൽ 5ഓളം പേർക്ക് കടിയേറ്റതായാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ പരിക്കേറ്റ 2 പേരെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ബാക്കിയുള്ളവരെ കോട്ടയത്തെ തന്നെ വിവിധ ആശുപത്രികളിലേക്കും മാറ്റിയെന്ന് പറയുന്നു. പത്തനംതിട്ട കോട്ടയം ജില്ലയുടെ അതിർത്തി പ്രദേശം കൂടിയാണ് വെച്ചൂച്ചിറ. അതുകൊണ്ട് തന്നെ രൂക്ഷമായ തെരുവുനായ ശല്യം ഈ പ്രദേശങ്ങളിലുണ്ട്. പകൽ സമയങ്ങളിൽ പോലും തെരുവുനായകൾ റോഡിലൂടെയും മറ്റും നടക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും 5 പേർക്കാണ്, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർക്കാണ് നായയുടെ കടിയേറ്റത്. ഇവരുടെ നില ഗുരുതരമല്ല എന്നത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ അപ്പോൾ പോലും ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിച്ച തെരുവുനായ്ക്കൾ ഇപ്പോഴും ആ സ്ഥലത്ത് തുടരുന്നുണ്ട്. അത് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. സ്കേൻ. ഓക്കെ, താങ്ക് യു. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വർണവും സൗന്ദര്യവും ഇല്ല എന്ന് പറഞ്ഞ് യുവതിക്ക് ഗാർഹിക പീഡനം ഉണ്ടായി എന്ന് പരാതി. പേരാമ്പ്ര കുത്താളി സ്വദേശി അജിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. സംഭവത്തിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി നിഖിൽ പ്രവേശ് ചേരും. അതിനു മുമ്പ് ഒരു പ്രതികരണം നമുക്ക് കേൾക്കാം. എൻ്റെ പേരിൽ കണ്ടമാനം അടവെടുത്ത് വെച്ചിട്ടുണ്ട്. സ്വർണ്ണം ഇതൊന്നും നോക്കുന്നില്ല, പലിശ അടക്കിയാലും ഒന്നുമില്ല. എന്നെ വേണ്ടെന്ന് പെട്ടെന്ന് ഒരാളെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും നിലവിൽ എനിക്ക് ഒരു ഡ്രസ്സും ഇല്ല. ഞാൻ അവിടെ നിന്ന് ഒരു സാധനം എടുത്തിട്ടില്ല. എൻ്റെ ബുക്ക് കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ ആൾ നല്ല ഫോട്ടോഗ്രാഫർ, അവരറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറാണ്. എനിക്കിൽ നല്ല ബന്ധം കിട്ടും, നിന്നെ കാണാൻ രസമുള്ള ആളെ കിട്ടും. ഇതൊക്കെയാണ് എന്നെ കാണുന്ന കുറ്റമാൾ. ഇപ്പം നിലവിൽ വേറൊരു കുട്ടീനെ കിട്ടി. എൻ്റെ ഒരു ബാധ്യത മ്യൂച്വലി നമ്മൾ ഹിന്ദു മതാചാരപ്രകാരം കഴിഞ്ഞതുകൊണ്ട് ഡിവോഴ്സ് എന്തായാലും ചെയ്യണം, എന്നാലേ എനിക്കും വേറെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ലീഗലി അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്. ആളിതൊന്നും ചെയ്തിട്ടില്ല. ഒരാളെ പെട്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റായിട്ട് എത്ര എനിക്ക് എൻ്റെ വീട്ടുകാർ ചെയ്തു തരിക. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് എനിക്ക് ഡ്രസ്സ് കാര്യങ്ങൾ, ഞാൻ ഇതിനു വേണ്ടി ലീഗലി നടന്ന് ഞാൻ മടുത്തിട്ടാണ് ഞാൻ 24ലേക്ക് വരുന്നത്. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുകയാണ്. നിഖിൽ, ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഒരുപാട് കേരളത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പറയൂ. തീർച്ചയായിട്ടും സ്കേൻ, മറ്റൊരു ഇരയാകാതിരിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഈ പെൺകുട്ടിയുടെ ഒരു ശ്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവർ 2022 വിവാഹിതരാകുന്നു. അതിനുശേഷം ഒരുമിച്ച് താമസിക്കുന്നു. അന്ന് തന്നെ ഈ ഭർത്താവ് ആയിട്ടുള്ള അജിൻ
വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്ന് വിമുഖത കാണിച്ചു. പലതവണ ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളടക്കം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോഴൊക്കെ അത് വൈകിപ്പിക്കുകയായിരുന്നു. ഒരു പക്ഷേ അന്ന് തന്നെ മറ്റൊരു ബന്ധത്തിലേക്ക് കടക്കണമെന്നുള്ള താല്പര്യം ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇപ്പോൾ കരുതുന്നത്. ഇവർക്ക് വിവാഹ സമയത്ത് നൽകിയിരുന്ന സ്വർണം അത് പൂർണ്ണമായി കൈവശപ്പെടുത്തിയ യുവാവ് ഇപ്പോൾ ഇവരിത് തിരിച്ചു ചോദിക്കുമ്പോൾ അത് മടക്കി നൽകാതിരിക്കുകയും ഇപ്പോൾ പോലീസ് പറയുന്നതാണെങ്കിൽ കൂടുതൽ ഇവർ ഈ യുവതിക്ക് വേണ്ടി ഒരുപാട് പണം ഞാൻ ചിലവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ആ സ്വർണം തിരികെ നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഈ അജിൻ സ്വീകരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ FIR-ൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് സൗന്ദര്യം പോരാ, സ്വർണം പോരാ തുടങ്ങിയ പരാതികളൊക്കെയാണ് ഇപ്പോൾ ഈ യുവാവ് ഉന്നയിക്കുന്നത്. ഇയാളൊരു അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറാണ് എന്നുള്ളതാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്തായാലും പോലീസ് ഇരുവരെയും വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ യുവതിക്ക് ഇവരുടെ സ്വർണം തിരികെ നൽകണമെന്നുള്ള കാര്യം അറിയിക്കുന്നു. എന്നാൽ തിരികെ നൽകാൻ കഴിയില്ല എന്ന് യുവാവും പറയുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ യുവതി പറയുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ഈ തന്റെ സ്വർണമെങ്കിലും തിരികെ കിട്ടണം. തനിക്ക് അവിടെ ഉണ്ടായിട്ടുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ അതൊരു ഭാഗത്ത് നിലനിൽക്കുന്നു. പക്ഷെ തന്റെ കയ്യിൽ നിന്ന് കൈവശപ്പെടുത്തിയ സ്വർണമെങ്കിലും ഇനി തിരികെ കിട്ടണം എന്നുള്ള ആവശ്യമാണ് അവരിപ്പോൾ ഉന്നയിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു നിയമ പോരാട്ടവുമായി അവരിപ്പോൾ മുന്നോട്ട് പോകുന്നതും. ഓക്കെ, നീൽ പരമേശ്വരാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് നിന്ന് മറ്റു ചില ഗാർഹിക പീഡനത്തിന്റെ ആരോപണങ്ങളും കഥകളും ഇന്നുണ്ടായി. സംസ്ഥാനത്ത് നിന്ന് 2 ഇടങ്ങളിൽ ഗർഭിണി ഉൾപ്പെടെ 2 യുവതികൾ ആത്മഹത്യ ചെയ്ത വാർത്തകളും വരുന്നു. തൃശ്ശൂരും കൊല്ലത്തുമാണ് യുവതികൾ ജീവനൊടുക്കിയത്. കണ്ണൂർ ചെറുതാഴത്ത് 2 കുട്ടികളുമായി ഒരു അമ്മ കിണറ്റിൽ ചാടി. 3 പേരും ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. തൃശൂരിൽ ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്നാണ് ഗർഭിണി വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. വലിയകത്ത് നൌഫലിന്റെ ഭാര്യ ഫസീലയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പീഡനം സ്ഥിരീകരിക്കുന്ന ഫസീലയുടെ വാട്സാപ്പ് സന്ദേശം 24-ന് ലഭിച്ചു. രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാവാത്തതിനെ തുടർന്ന് ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർത്തൃമാതാവ് ഉപദ്രവിച്ചിരുന്നുവെന്നും യുവതി അയച്ച സന്ദേശത്തിലുണ്ട്. കേസിൽ ഭർത്താവ് നൌഫലിന്റെ മാതാവ് റംലത്ത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ആയൂരിലാണ് 21-കാരിയെ ആൺസുഹൃത്തിന്റെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാരാളിക്കോണം കൊമ്മൻ പ്ലോട്ടിൽ താമസിച്ചിരുന്ന അഞ്ജനയാണ് മരിച്ചത്. 7 മാസം മുമ്പാണ് നിഹാസ് എന്ന യുവാവിനൊപ്പം അഞ്ജന താമസിക്കാൻ തുടങ്ങിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചടയമംഗലം പോലീസ് കേസെടുത്തു. കണ്ണൂരിൽ ചെറുതാഴം ശ്രീസ്ത സ്വദേശി ധനജയാണ് മക്കളുമായി കിണറ്റിൽ ചാടിയത്. 5ഉം 6ഉം വയസ്സുള്ള മക്കൾക്കൊപ്പമായിരുന്നു ആത്മഹത്യാശ്രമം. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലകര കോയിവിള സ്വദേശിനി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷമായിരുന്നു സംസ്കാരം നടന്നത്. വിദേശത്തുള്ള അതുല്യയുടെ ഭർത്താവ് സതീഷിനായി ചവറ തെക്കുംഭാഗം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഇന്ന് പുലർച്ചെയാണ് അതുല്യയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. തുടർന്ന് റീപോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷമായിരുന്നു റീപോസ്റ്റ്മോർട്ടം. തുടർന്ന് 3 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. വൈകാരിക നിമിഷങ്ങൾക്കാണ് കോയിവിളയിലെ വീട് സാക്ഷിയായത്. ഒരു മണിക്കൂറിൽ താഴെ മാത്രം പൊതുദർശനം. നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. അതേസമയം വിദേശത്തുള്ള അതുല്യയുടെ ഭർത്താവ് സതീഷിനായി തെക്കുംഭാഗം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. അതുല്യയെ സതീഷ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും സതീഷിൽ നിന്നും അതുല്യ നേരിട്ട പീഡനങ്ങളുടെ ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നിരുന്നു. വീട്ടുകാരുടെ പരാതിയിൽ സതീഷിനെതിരെ കൊലക്കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. 8-അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. എന്നാൽ അതുല്യയുടെ മരണം ആത്മഹത്യയെന്നാണ് ഷാർജയിലെ ഫോറൻസിക് റിപ്പോർട്ട്. 24 കൊട്ടാരക്കര. വലിയ സങ്കടകരമായ കാര്യമായി പോയി. ഇങ്ങനെയുള്ള ഗാർഹിക പീഡനങ്ങൾ കേരളത്തിൽ വളരുന്നത് എന്തുകൊണ്ട് എന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് പോലെയുള്ള അതോറിറ്റികൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ട് നന്നാവും. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു.